എല്ലാവർക്കും അബ്ഷാക്സ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീനച്ചാറാണ്. നല്ല തിക്ക് ഗ്രേവിയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീനച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഇത് ആദ്യം മുതൽ അവസാനം വരെ കാണണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ചെമ്മീനച്ചാർ ഉണ്ടാക്കാനായിട്ട് ഇവിടെ ഞാൻ 1 കിലോ നാരൻ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മീഡിയം സൈസിലുള്ളതാണ്. അധികം വലുതോ അല്ല അധികം ചെറുതോ അല്ലാത്ത സൈസാണ്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് കാണിച്ചു തരാം. പിന്നെ നടുക്കൊരു ബ്ലാക്ക് ത്രെഡ് പോലത്തെ സാധനമുണ്ട്, അത് കളഞ്ഞിരിക്കണം. എടുക്കുക. 1 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ടുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിലേക്ക് ചെമ്മീനച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ വെളുത്തുള്ളി 1/4 കിലോ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ ചെമ്മീനാണ് എടുക്കുന്നതെങ്കിൽ 1/4 കിലോ വെളുത്തുള്ളി എടുക്കണം. അപ്പോൾ അത് വട്ടത്തിൽ അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ പച്ചമുളക് 5 എണ്ണം വട്ടത്തിൽ അരിഞ്ഞത്. പിന്നെ വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില, പിന്നെ കടുക്, ഉലുവ, പിന്നെ പൊടികളായിട്ട് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ഇപ്പോൾ മുളക് പൊടി ഒരു 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മതിയാവും. ഉപ്പ് ആവശ്യത്തിന് എടുക്കുക. പിന്നെ അതുകൂടാണ്ട് ഈ അച്ചാറിൽ ഒരു ടേസ്റ്റിന് കാരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മസാലയാണ്. അപ്പോൾ ഈ മസാലയിൽ അതായത് പെരിഞ്ജീരകം, കുറച്ച് പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്, ഒരു 2 ചെറിയ കഷ്ണം പട്ട, ഇപ്പോൾ കറയാമ്പ് ഒരു 4 എണ്ണം, ഒരു 3 ഏലക്ക, കുറച്ച് കുരുമുളക് കുറച്ചെടുത്താൽ മതി. നമ്മൾ മുളക് പൊടി ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് കുരുമുളക് വളരെ കുറച്ചെടുത്താൽ മതിയാവും. കുറച്ച് ചെറിയ ജീരകവും കൊടുത്തിട്ടുണ്ട്. പിന്നെ വിനീഗർ, വെളിച്ചെണ്ണ. ഇത്രയാണ് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ചെമ്മീനിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി വയ്ക്കുക. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഇത് പുരട്ടി ഒരു 1/2 hour വെച്ചാൽ നല്ലതായിരിക്കും. അതല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 1/2 hour കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ട് 2 ചട്ടിയിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ഒട്ടും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. വളരെ പെട്ടെന്ന് ഇതിൻ്റെ അകത്തുനിന്ന് വെള്ളം വന്നോളും. ചൂട് കയറി കഴിയുമ്പോൾ തന്നെ കുറേ വെള്ളം വന്നോളും. അപ്പോൾ ആ വെള്ളം പറ്റുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ അത് നല്ല വെള്ളം നല്ല കംപ്ലീറ്റ് ആയിട്ട് പറ്റിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. 2 ചട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ചട്ടി എടുക്കുന്നതായിരിക്കും നല്ലത്. പകുതി ഒരു ചട്ടിയിലും പകുതി അടുത്ത ചട്ടിയിലും ഇടുക. ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. അടച്ചു വെച്ച് കഴിഞ്ഞാൽ വെള്ളം വളരെ പെട്ടെന്ന് പറ്റില്ല. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഇത് സേഫാണ്. ഇങ്ങനെ ചെയ്ത് അച്ചാറിട്ട് കഴിഞ്ഞാൽ
കൂടുതൽ കാലം ഇരിക്കുകയും ചെയ്യും, വളരെ പെട്ടെന്ന് കേടായി പോകില്ല. അടി പിടിക്കാതെ സൂക്ഷിക്കണം. അതനുസരിച്ച് നമ്മൾ ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കാം. ഈ ചട്ടിയിലാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് വെള്ളം പറ്റിക്കോളും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ 2 ചട്ടി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം പറ്റിയിട്ടുണ്ട് നല്ലോണം. പിന്നെ ഞാൻ ഓഫ് ചെയ്യണ എണ്ണ. അടുത്തതും വെള്ളം പറ്റിയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തോട്ട് ചൂടായിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ മാത്രം എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ ചൂടാവുമ്പോൾ ചെമ്മീനിട്ട് കൊടുക്കുക. ചെമ്മീനിട്ട് ഫ്രൈ ചെയ്യുക. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്. ഞാൻ കോരി എടുക്കാൻ വേണ്ടിയാണ്. ഇനി അടുത്ത സെറ്റും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ ഓൾറെഡി ഫ്രൈ ആയിട്ടുണ്ട്. രണ്ടാമത്തെ സെറ്റും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഞാനിനി മാറ്റാം. ഇതെല്ലാം ചെമ്മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മസാലകളെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിനൊരു ചെറിയ ജാറിൽ ഇത് പൊടിച്ച് റെഡിയാക്കി എടുക്കാം. പിന്നെ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് അതിന് ഉപയോഗിച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് ഒഴിച്ചാൽ മതി ആദ്യം. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ആദ്യം കടുകിടുക. കുറച്ച് വെളിച്ചെണ്ണയാണെങ്കിൽ കടുക് വളരെ പെട്ടെന്ന് പൊട്ടിക്കിട്ടും. അതെല്ലാം നമ്മൾ ഫുള്ള് വെളിച്ചെണ്ണ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടുക് പൊട്ടാനായിട്ട് വളരെ സമയം പിടിക്കും.
ഇത് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആദ്യം ഇടേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ വെളുത്തുള്ളി ഇടാം. കുറച്ച് നേരം വഴറ്റണം. കുറച്ച് നേരം കഴിയുമ്പോൾ പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി കിടന്ന് വെളിച്ചെണ്ണയിൽ നല്ലോണം കിടന്ന് വഴന്ന് കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് സവാളയോ തക്കാളിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കരുത്. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ കേടായി പോകും. ഇതിലേക്ക് കായപ്പൊടി ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ കായത്തിന് പകരമായിട്ട് ഞാൻ മസാലപ്പൊടിയാണ് ഇടുന്നത്. അതാണ് ഈ അച്ചാറിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചെമ്മീനിടുക. ചെമ്മീനിട്ടതിന് ശേഷം ഒന്നുകൂടെ നല്ലോണം വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർക്കാം. അതായത് നമ്മൾ ചെമ്മീത്തിന് മാത്രമാണ് ഉപ്പിട്ടിരിക്കുന്നത്. ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള അച്ചാറിന് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ടിട്ടില്ല. ഏകദേശം ഇത്ര ഉപ്പാണ് ഇടുന്നത്. പ്രഷറുള്ളവരൊന്നും കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അടുത്ത നമ്മുടെ മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ മസാല എല്ലാം കൂടെ പൊടിച്ചെടുത്ത അതാണ് ഈ കാണുന്നത്. ഞാൻ ഇത്രയാണ് ഇടുന്നത്. കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്.
ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ മുളക് പൊടി ഇടുമ്പോൾ തന്നെ കരിഞ്ഞു പോകും, ഒരു കരിഞ്ഞ് ചുവയുണ്ടാവും, അതിനുള്ള കളറും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തു. പിന്നെ ഈ മുളക് പൊടിയാണ് ഇടാൻ പോകുന്നത്. മുളക് പൊടി ഒരു 4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ എരിവനുസരിച്ചിട്ട് എടുക്കുക. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്, അപ്പോൾ അത് നല്ല എരിവൊന്നും ഉണ്ടാവില്ല. നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. വിനീഗർ ചേർക്കണം. ഇനി ഇത് ഇട്ടതിന് ശേഷം, മുളക് പൊടി ഇട്ടതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് വിനീഗർ. വിനീഗർ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ചെമ്മീനച്ചാർ റെഡി ആയിട്ടുണ്ട്. പുളിയുണ്ട്, ഉപ്പുണ്ട്. ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതുകൊണ്ട് ഈ ചാറ് പറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചാറ് പറ്റിപ്പോകണമെങ്കിൽ കുറച്ചും കൂടെ വിനീഗർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരിക്കലും നമ്മൾ വെള്ളം ആഡ് ചെയ്യരുത്. അപ്പോൾ വെള്ളം ഇട്ട് കഴിഞ്ഞാൽ ചീത്തയായി പോവും. ഇപ്പോൾ വിനീഗർ ഇട്ട് കൊടുക്കുക. അപ്പോൾ വിനീഗർ ഇടുമ്പോൾ കൂടുതൽ പുളിയാവുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ഗ്രേവിയുള്ള അച്ചാർ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.